السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر. صدق الله مولانا العظيم. حسن الخلق خلق الله الأعظم. صدق رسول الله. لاقت أحاطت بنا في كل ناحية وأظلمت جللا والحمد لله. لم نرتجي كشف ضر ثم حادثتي في كل نائبة إلا من الله. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 ആഴ്ചകളിൽ നാം സംസാരിച്ചത് സൽസ്വഭാവത്തിൻ്റെ ദീനിലുള്ള പ്രസക്തിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ 2 വെള്ളിയാഴ്ചകളിലും സംസാരിച്ചതിൻ്റെ രത്നച്ചുരുക്കം പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നാൽ അത് സൽസ്വഭാവമാണ്. സൽസ്വഭാവം ഇല്ലാത്ത ഒരു ദീന് ഇല്ലേ ഇല്ല. ഒരാൾ ദീനിൻ്റെ പേര് പറഞ്ഞ് രംഗത്ത് വന്നു, മുസ്ലിം നാമധാരിയായി ഇസ്ലാമിൻ്റെ മുദ്രാവാക്യങ്ങളും രൂപഭാവങ്ങളുമായി ഒരാൾ രംഗത്ത് വന്നു. ആ ആൾ ദുസ്വഭാവിയാണ്, അല്ലെങ്കിൽ ദീനിൻ്റെ മുദ്രാവാക്യം മുഴക്കി വന്ന ആൾ ഒരു വർഗീയവാദിയാണ്, അല്ലെങ്കിൽ ഒരു ഭീകരനാണ്. അയാളിൽ ദീനില്ല. അയാളിലുള്ളത് ദീനിൻ്റെ ജഡം മാത്രമായിരിക്കും. വിശുദ്ധ ഇസ്ലാമിൻ്റെ ജീവൻ അത്തരത്തിലുള്ള ആളുകളിൽ ഉണ്ടായിരിക്കില്ല എന്നത് ഒരു പരമ യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട്? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് പ്ലാന് ഇട്ട, പരിശുദ്ധ ദീനിന് സംവിധാനം നൽകിയ, പരിശുദ്ധ ദീൻ മാനവകുലത്തിന് സമർപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൽസ്വഭാവിയാണ്. ആ ദീൻ പ്രചരിപ്പിക്കാനും പരിചയപ്പെടുത്താനും വന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനവ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സൽസ്വഭാവിയായിരുന്നു. ആ അല്ലാഹുവും റസൂലും പറഞ്ഞു തരുന്നു, സത്യസന്ധനായ ഒരു മുഅ്മിൻ, യഥാർത്ഥക്കാരനായ ഒരു മുസൽമാൻ തീർച്ചയായിട്ടും സൽസ്വഭാവിയും സൽഗുണസമ്പന്നനും ആയിരിക്കും എന്ന് അല്ലാഹുവും റസൂലും പറഞ്ഞു തരുന്നു. ഇക്കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞന്നതാ. ദീന് ലോകത്തിന് സമർപ്പിച്ച അല്ലാഹു ഹുസ്നുൽ ഖുലുഖി
ഖുലുഖുല്ലാഹിൽ അഅ്ലം. പുണ്യ റസൂൽ പറഞ്ഞു തരുന്നു, ഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവം എന്നത് ഖുലുഖുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിന്റെ സ്വഭാവമാണ്, മഹത്വമേറിയ പടച്ചതമ്പുരാന്റെ സ്വഭാവമാണ്. അള്ളാഹ്ക്ക് സൽസ്വഭാവം അല്ലെങ്കിൽ നമ്മളൊക്കെ അവിടെ നിൽക്കുവോ? നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? ഈ കണ്ട അടിയൊക്കെ പൊട്ടിയിട്ടും മുസ്ലിം ഉമ്മത്ത് മര്യാദ പഠിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? പൗരത്വ ഭേദഗതി നിയമം വന്നു. വഖഫ് ഭേദഗതി നിയമത്തിന്റെ ചൂടിലാണ് രാജ്യമുള്ളത്. ഭീകരാക്രമണങ്ങളുടെ പരമ്പര അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മുസ്ലിം ഉമ്മത്തിന്റെ സ്വഭാവം എന്താ? തമ്മിൽ തല്ല്. സുപ്രീം കോടതിയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ കപിൽ സിബൽ വന്നിട്ട് 1.5 വാദം നടത്തി. ന്യായമാണ് ഈ കേസെന്ന് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത പ്രമുഖ അഭിഭാഷകനായ കപിൽ സിബൽ ഇടപെട്ടപ്പോ നമ്മുടെ നാട്ടിൽ അതിന്റെ പേരിൽ തല്ല്. അത് ഞങ്ങളെ വക്കീലാണ്, അത് ഞങ്ങളെ വക്കീലാണ്, അതിന്റെ പേരിൽ തല്ല്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി ജനങ്ങളെ സംഘടിപ്പിക്കാൻ നിൽക്കുമ്പോ അതിന്റെ പേരിൽ പണ്ഡിതന്മാരും പാമരന്മാരും ഘോരയുദ്ധം, നല്ല അടി നടന്നുകൊണ്ടിരിക്കുക. അവിടെ കൂടണോ? അവിടെ ആ ജാതി ഉണ്ട്, ആ ഗ്രൂപ്പുള്ളതുകൊണ്ട് നമ്മൾ വേണോ വേണ്ടേ? പൊരിഞ്ഞ അടി നടക്കുക. ഒരു മൂർഖൻ പാമ്പ് ആ പള്ളിപ്പറമ്പെന്ന് പത്തി പൊക്കിയിട്ട് വന്നു. ജുമക്ക് വന്ന 4 ആള് കൂടി തല്ലി, ആ സാധനം ചത്തു. അപ്പൊ ഈ 4 ആളും തമ്മിൽ തല്ലുന്നത് എന്റെ അടി കൊണ്ടാ മൂർഖൻ പാമ്പ് ചത്തത്. ഇത്ര വെളിവില്ലാതായി പോയല്ലോ നമ്മുടെ സമൂഹം. ഇനി മോഡി, അമിത്ഷയും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപ് ഒന്നും വന്നാൽ മതിയാവില്ല നമ്മൾ പാഠം പഠിക്കാൻ. അതിനപ്പുറത്തുള്ളവരെ അള്ള വിടേണ്ടി വരും. ആലോചിച്ചു നോക്കൂ നമ്മുടെ അവസ്ഥ. നമ്മൾ ചിന്തിക്കേണ്ട സമയല്ലത്. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്നത്? നമ്മളല്ലാതായി പോയി. നമ്മുടെ മൂല്യങ്ങൾ നാം അവഗണിക്കുകയാണ്. ഇവിടെയാണ് ഹുസ്നുൽ ഖുൽഖിന്റെ പ്രസക്തി. ഹുസ്നുൽ ഖുൽഖി ഖുലുഖുല്ലാഹിൽ അഅ്ലം. അള്ളാഹു നമ്മളൊക്കെ അവിടെ വെച്ച് സംരക്ഷിക്കുന്നത് അവന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ടും അവന്റെ സൽസ്വഭാവം കൊണ്ടും തന്നെ. അഷ്റഫുൽ ഖൽഖിന്റെ അവസ്ഥ എന്താ? സ്വഹീഹുൽ ബുഖാരിയില് മഹാന്മാരായ സ്വഹാബാക്കൾ പറയുന്നത് രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്സനൻ നാസി ഖുലുഖാ. ജനങ്ങളിൽ പുണ്യനബിയെ പോലെ ഒരു സൽസ്വഭാവി ഇല്ലേയില്ല. ജനങ്ങളിൽ ഏറ്റവും ഉന്നത സ്വഭാവം പ്രകടിപ്പിച്ച മഹൽ വ്യക്തിത്വം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനും കുഫറും സംവിധാനിച്ച സമയം ഒക്കെ അള്ളാന്റെ സംവിധാനല്ലേ? ഇസ്ലാം അള്ളാന്റെ സംവിധാനമാണ്, ഈമാൻ അള്ളാന്റെ സംവിധാനാണ്, കുഫറും അത് അള്ളാന്റെ സൃഷ്ടി തന്നെയാണ്. അത് വേറെ ആരോ ഉണ്ടാക്കിയതല്ല. ഇവിടെ നന്നാകാനും മോശാകാനും ഒക്കെ ഉള്ള അവസരം അള്ളാഹ് ഉണ്ടാക്കി വെച്ചതാ. ഈമാനിനെയും കുഫറിനെയും അള്ളാഹു സംവിധാനിച്ച സമയം, പടച്ചെടുത്ത സമയം ഉണ്ടായ ഒരു രംഗം റസൂലുള്ള നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലമ്മാ ഖലഖല്ലാഹു തആല അൽ ഈമാന. അല്ലാഹു ഈമാനിനെ സംവിധാനിച്ചപ്പോൾ, പടച്ചപ്പോൾ, സൃഷ്ടിച്ചപ്പോൾ, ഖാല ഈമാൻ പറയുകയാണ് അല്ലാഹുവിനോട്. അതൊരു പ്രതീകാത്മകമായ പറച്ചിലായിരിക്കണം. എന്തായാലും റസൂലുള്ള പറഞ്ഞെന്ന സത്യാണ്. ഈമാൻ അല്ലാഹു സംവിധാനിച്ചപ്പോ, ഈമാനിനെ അല്ലാഹു പടച്ചു വച്ചപ്പോ, ഈമാൻ അല്ലാഹുവിനോടായി പറഞ്ഞത് അല്ലാഹുമ്മ ഖവ്വിനി. ഈമാൻ എന്ന എനിക്ക് ആരോഗ്യം വേണം, കരുത്ത് വേണം, എനർജി വേണം, ജീവൻ വേണമല്ലാ. ഈമാൻ അള്ളാഹിനോട് പറയാണ് എനിക്ക് കരുത്ത് വേണം. ഈ ലോകത്ത് ഈമാൻ എന്ന എനിക്ക് കരുത്ത് വേണമല്ലാ.
ഫഖവ്വാഹു ബിഹുസ്നിൽ ഖുലുഖി വസ്സഖാ. അപ്പോൾ അല്ലാഹു ഈമാനിന് എനർജി കൊടുത്തത്, ഉത്തേജനം കൊടുത്തത്, ശക്തി കൊടുത്തത് ബിഹുസ്നിൽ ഖുലുഖി വസ്സഖാ, സൽ സ്വഭാവം കൊണ്ടും ഉദാര മനസ്സുകൊണ്ടുമാണ്. ഈമാനിന് അല്ലാഹു കരുത്തു കൊടുത്തത് സൽ സ്വഭാവവും ഉദാരതയും കൊണ്ടാണ്. വലമ്മാ ഖലഖല്ലാഹുൽ കുഫ്റ, അല്ലാഹു കുഫ്റിനെ സംവിധാനിച്ചപ്പോ, സത്യനിഷേധത്തെ സംവിധാനിച്ചപ്പോ, ഖാല അല്ലാഹുമ്മ ഖവ്വിനി, കുഫ്ർ പറഞ്ഞു, സത്യനിഷേധം പറഞ്ഞു, എനിക്കും വേണം ഒരു കരുത്ത്, കുഫ്റായ എനിക്കും വേണം ഒരു കരുത്ത്. ഫഖവ്വാഹു ബിസൂഇൽ ഖുലുഖി വൽ ബുഖ്ലി, അല്ലാഹു കുഫറിന് സത്യനിഷേധത്തിന് കരുത്ത് നൽകിയത്, ശക്തിയിട്ടത് ദുസ്വഭാവങ്ങൾ കൊണ്ടും പിശുക്ക് മനോഭാവം കൊണ്ടുമാണ്, പിശുക്ക് ലുബ്ധ സ്വഭാവം കൊണ്ടുമാണ്. അപ്പോൾ എവിടെ സൽസ്വഭാവവും ഉദാര മനസ്സുണ്ടോ അവിടെ ഈമാനുണ്ട്. എവിടെ ദുസ്വഭാവമുണ്ടോ, പിശുക്ക് മനോഭാവമുണ്ടോ അവിടെ കുഫറുണ്ട്. മുദ്രാവാക്യത്തിനും വേഷം കെട്ടലിനും ഒന്നും ഒരു പ്രസക്തിയില്ല. സൽസ്വഭാവവും ഉദാര സ്വഭാവവും എവിടെണ്ടോ അവിടെ ഈമാനുണ്ട്. ദുസ്വഭാവം എവിടെണ്ടോ അവിടെ കുഫറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, നമുക്ക് എല്ലാ കാര്യത്തിലുമുള്ള മാതൃക പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് ആരാധനാനുഷ്ഠാനങ്ങളിലും ആചാരകർമ്മങ്ങളിലും മാത്രമല്ല, സ്വഭാവ പെരുമാറ്റ രീതികളിലൊക്കെ അഷ്റഫുൽ ഖൽഖാണ് നമ്മുടെ റോൾ മോഡൽ. ഖുർആൻ അത് കൃത്യമായിട്ട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതല്ലേ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായിട്ടും നിങ്ങളുടെ റോൾ മോഡൽ, ഉത്തമമായ മാതൃക റസൂലുള്ളയാണ്. ആർക്ക്? നിങ്ങളെന്ന് വെച്ചാൽ ആരാത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ, അല്ലാഹുവിൽ പ്രതീക്ഷ വയ്ക്കുന്ന, പരലോക ജീവിതത്തിൽ വിശ്വാസവും പ്രതീക്ഷയുമുള്ള ധാരാളം ലോകപരിപാലകനായ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന, അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ദിക്റുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് റോൾ മോഡൽ, യഥാർത്ഥ മാതൃക, ഉത്തമമായ മാതൃക റസൂലുള്ള തന്നെയാണ്. ആ റസൂലിന്റെ സ്വഭാവം ആർക്കുണ്ടോ അവരാണ് ആ റസൂലിന്റെ അനുയായി. മുദ്രാവാക്യം മാത്രം പോരാ. ഒരു പാർട്ടി പ്രവർത്തകൻ മുദ്രാവാക്യം മുഴക്കും, പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയാല് സസ്പെൻഷനും ഡിസ്മിസും കിട്ടും. മുദ്രാവാക്യം കൊണ്ട് മാത്രം പിടിച്ചേക്കാം എവിടെയും പറ്റൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ സൽ സ്വഭാവം അത് ഖുർആൻ വർണ്ണിച്ചു പറഞ്ഞത് കഴിഞ്ഞ സംസാരത്തിൽ നിങ്ങൾ കേട്ടല്ലോ. മറ്റൊരു ആയത്താണ് സൂറ ആലു ഇമ്രാന്റെ 159-ാമത്തെ ആയത്ത്. റസൂലുള്ളാന്റെ സ്വഭാവം ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീളൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹു റസൂലിനെ വിളിച്ചിട്ട് പറയാണ്, അല്ലയോ തിരുദൂതരെ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അവിടത്തെ അവന്റെ കൃപാ കടാക്ഷം കൊണ്ടാണ് അങ്ങയുടെ സംബോധിതരായ ജനതയോട്, സമുദായത്തോട്, ജനങ്ങളോട് സംവദിക്കുന്നത് സൗമ്യമായിട്ടാണ്, മൃദുലമായിട്ടാണ്,
കൃപയോടുകൂടിയിട്ടാണ്, സൽസ്വഭാവത്തോടുകൂടെയാണ് അങ്ങ് ഉമ്മത്തിനോട് ഇടപെടുന്നത് നബിയേ. അത് അങ്ങേക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല. ബിറഹ്മത്തിൻ മിനല്ലാഹ്, പടച്ച തമ്പുരാന്റെ പ്രത്യേക കരുണ കൊണ്ടാണ് അങ്ങേക്ക് ഈ സ്വഭാവം കിട്ടിയത്. അല്ലാഹ് പറയാണ്. ലിൻതലഹും, അവരോട് ലയ്യനായിട്ട്, മൃദുലമായിട്ട്, സൗമ്യമായിട്ട്. അവരെ സ്വഭാവവും നടപടിക്രമമൊക്കെ കണ്ടാല് ഏത് മനുഷ്യനും ചൂടാകും. തങ്ങളെ തങ്ങളുടെ മുന്നിലുള്ള സമൂഹത്തിന്റെ പെരുമാറ്റത്തില് ചിലപ്പോ കോപിഷ്ഠനാകും, അങ്ങക്ക് വെറുപ്പാവും. അതൊന്നുമില്ലാതെ സൗമ്യമായി മനോഹരമായി അവരോട് ഇടപെടുന്നത് ബിറഹ്മത്തിൻ മിനല്ലാഹ്, പടച്ചോന്റെ പ്രത്യേക കരുണ കൊണ്ടാണ്. വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബ്, അങ്ങ് പരുഷ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ, കഠിന ഹൃദയനായിരുന്നെങ്കിൽ, ജനങ്ങളെ സ്വഭാവം കണ്ടാൽ പരുഷ സ്വഭാവം പുറത്തു ചാടിയേക്കാം, കഠിന ഹൃദയം വന്നേക്കാം. അതൊന്നും തങ്ങൾക്കില്ല. അങ്ങനെ തങ്ങളായിരുന്നെങ്കിൽ അങ്ങയെ ഇട്ടേച്ചുകൊണ്ട് ആ ജനങ്ങളൊക്കെ പിരിഞ്ഞു പോകുമായിരുന്നേനെ നബിയേ. നബി അങ്ങനെയല്ല. അങ്ങെങ്ങനെയാണ്? ലിൻതലഹും, വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നത്. സൽസ്വഭാവത്തിന് കയ്യും കാലും വെച്ച രൂപമാണ് റസൂലേ അവിടന്ന്. അത് അള്ളാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അത് തുടരണം, ആ സ്വഭാവം തുടരണം. എങ്ങനെ തുടരണം? ഫഅഫു അൻഹും, അവർ അവിവേകം പറഞ്ഞാൽ, അവിവേകം പ്രവർത്തിച്ചാൽ മാപ്പ് കൊടുക്കണം റസൂലേ. വസ്തഗ്ഫിർ ലഹും, അവരുടെ പാപമോചനത്തിന് തങ്ങൾ പ്രാർത്ഥിക്കണം നബിയേ. വശാവിർഹും ഫിൽ അംർ, സുപ്രധാന കാര്യങ്ങളിൽ അങ്ങയുടെ ഉമ്മത്തിനോട്, സ്വഹാബാക്കളോട് മുശാവറ നടത്തണം, കൂടിയാലോചിക്കണം റസൂലേ. കൂടിയാലോചിക്കാൻ എന്തിന്? ആകാശ ലോകത്ത് നിന്ന് കൃത്യമായി മെസ്സേജ് വരുന്ന റസൂൽ, അള്ളാഹുവിന്റെ ദർബാറിൽ നിന്ന് കൃത്യമായ സിഗ്നൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റസൂൽ എന്തിന് സാധാരണക്കാരോട് ഡിസ്കസ് ചെയ്യണം, മുശാവറ നടത്തണം, കൂടിയാലോചിക്കണം? എന്തിനാ അതിന്റെ ആവശ്യം? വേണ്ടത് വേണ്ട അളവിൽ കൃത്യമായ വിവരം റബ്ബിൽ നിന്ന് കിട്ടുന്ന റസൂല് എന്തിന് നാട്ടുകാരോട് ചോദിക്കണം? എന്തിന് അനുചരന്മാരോട് ചോദിക്കണം? സാധാരണ മനുഷ്യരോട് ചോദിക്കണം? എന്താ അതിന്റെ ആവശ്യം? ഒരാവശ്യമില്ല. എന്നാലും റസൂലെ അവരെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായി, ഞാനിപ്പോ ഈ പള്ളിയിൽ ഉസ്താദാന്നും പറഞ്ഞിട്ട് കമ്മിറ്റിക്കാർ പോയി പണിയൊക്കെടാ, ഞാൻ പറയും എന്തും. അങ്ങനെയല്ല, കൂടി ആലോചിക്കുക. എനിക്ക് ഖുർആൻ അറിയും നിങ്ങളെക്കാൾ, അങ്ങനെയല്ല. റസൂൽ എന്താ ചെയ്തത്? വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങൾ, സുപ്രധാന കാര്യങ്ങളൊക്കെ കൂടി ആലോചിക്കുക. അവരെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി, അവരെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായി, അവരെ മാനിക്കുന്നതിന്റെ ഭാഗമായി, സൽസ്വഭാവത്തിന്റെ ഭാഗമായി അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ചർച്ച ചെയ്തില്ലേ? ബദറിലേക്ക് പോകുമ്പോ ചർച്ച ചെയ്തില്ലേ? ഖന്തക്കിന്റെ രണഭൂമിയിൽ അവരുമായി മുശാവറ നടത്തിയില്ലേ? ഹുദൈബിയ സന്ധി, ചരിത്ര പ്രസിദ്ധമായ സന്ധിയുടെ മുമ്പാകെ അവരോട് മുശാവറ നടത്തിയില്ലേ? മുശാവറ നടത്തിയിട്ട് അവർക്ക് പറയാനുള്ള ഉത്തരം എന്താ? ബദർ നടക്കാൻ പോയപ്പോ സ്വഹാബാക്കള്, പാവപ്പെട്ട സ്വഹാബാക്കളെ വിളിച്ചിട്ട് നമ്മൾ എങ്ങനെ പോകണം, എങ്ങനെ സമരത്തിനിറങ്ങണം, നമ്മൾ എന്ത് ചെയ്യണം എന്ന് ബദരീങ്ങളോട് ആലോചിച്ചപ്പോ അവർ കൊടുത്ത മറുപടി അതാ ഹദീസ് കിതാബുകളിൽ, യാ റസൂലല്ലാഹ്, അവിടുന്ന് കൽപ്പിച്ചോളൂ, ഞങ്ങൾ അനുസരിക്കാം. എന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നത്? പ്രവിശാലമായ സമുദ്രത്തിന്റെ വിരിമാറിലേക്ക് തങ്ങൾ ഞങ്ങളെ വിളിച്ചാൽ വഞ്ചിയില്ല, കപ്പലില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞു പോകൂല. കടലിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ റെഡി. മരുഭൂമിയിലെ എവറസ്റ്റ് പോലെ ദുർഘടമായ ഒരു ഭാഗമാണ് ബർക്കുൽ ഇമാദ്. അങ്ങോട്ട് ഞങ്ങളെ വിളിച്ചാൽ പ്രതിസന്ധിയോടെ, പ്രയാസങ്ങളോടെ ചെന്നെത്താൻ പറ്റുന്ന ബർക്കുൽ ഇമാദിലേക്കാണ് ഞങ്ങളെ നയിക്കുന്നതെങ്കിൽ ഞങ്ങൾ വരാം. ഇസ്രായേലി മക്കൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞ ഒരു നിഷേധ വാക്കുണ്ട്, അത് ഞങ്ങൾ തങ്ങളോട് പറയില്ല റസൂലേ. അതെന്താ? ഒരു സമരം അനിവാര്യമായി വന്നപ്പോ ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, മൂസ
ഇപ്പൊ യുദ്ധം വേണമെങ്കിൽ നീയും നിന്റെ പടച്ചോനും പോയിട്ട് അത് യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കും, വരൂല എന്ന് പറഞ്ഞ ആ നന്ദികേടിന്റെ വാക്ക് ഞങ്ങളിൽ നിന്നുണ്ടാവൂല. എന്നാലും അവരോട് ആലോചിച്ചു എന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഇത് പഠിച്ചേ മതിയാവൂട്ടോ. ജുമാക്ക് വന്നുകൊണ്ട് മാത്രം രക്ഷപ്പെടൂല, 5 നേരം കുത്തി മറിഞ്ഞത് കൊണ്ട് മാത്രം രക്ഷപ്പെടൂല. മുത്ത് റസൂലിന്റെ സ്വഭാവം ഖുലുഖുൻ അളീം, അത് പഠിച്ചവരാണ് മുഅ്മിനീങ്ങൾ. അത് പഠിച്ചവർ മാത്രാണ് മുഅ്മിനീങ്ങൾ. അത് പഠിച്ചവരാണ് ഖുർആൻ അറിഞ്ഞവർ. എന്തുകൊണ്ട്? ആയിഷ ബീവിയുടെ മുമ്പാകെ സ്വഹാബാക്കൾ ചെന്ന് ചോദിക്കുന്നുണ്ട്, കൈഫ കാന ഖുലുഖി റസൂലില്ലാ, അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയാണ് കെട്ടിയോളേൻ? ഒരാളെ യഥാർത്ഥ തനിനിറ അറിയണമെങ്കിൽ കെട്ടിയോളോട് ചോദിക്കണം. നാട്ടില് കൃത്രിമ പുഞ്ചിരി ഫിറ്റ് ചെയ്തിട്ട് കടയിലും കമ്പോളങ്ങളിലും വന്ന് ഒപ്പിക്കും കാക്ക അല്ലേ? അല്ലേ? നാട്ടിൽ നല്ല സുഗന്ധം പൂശി വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് ആർട്ടിഫിഷ്യൽ സ്മൈലുമായിട്ട് നടക്കും കാക്ക. കുടുംബത്തിൽ ചെന്നാ അറിയാം അയാളെ തനി നിറം. അള്ളാന്റെ റസൂലിന്റെ അതിമനോഹരമായ ഉന്നതമായ സ്വഭാവം അനുഭവിച്ചറിഞ്ഞ സ്വഹാബാക്കൾ അവിടുത്തെ ഭാര്യമാരിൽ പ്രഗത്ഭയായ പ്രശസ്തയായ ആയിഷത്തു സിദ്ദീഖയുടെ ചാരേ ചെന്ന് ചോദിച്ചല്ലോ, എങ്ങനെയാണ് മുത്ത് റസൂലിന്റെ സ്വഭാവം നിങ്ങൾക്കിടയിൽ ചോദിച്ചല്ലോ. എന്താ ആയിഷ ബീവി പറഞ്ഞത്? കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഖുർആന, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. സ്വഹാബാക്കൾ ഖുർആൻ പഠിച്ചത് എങ്ങനെയാണ് കൂട്ടരെ? എങ്ങനെയാ സ്വഹാബാക്കൾ ഖുർആൻ പഠിച്ചത്? നമ്മളെപ്പോലെ ഈ പുസ്തകം, ഈ ഏട്, ഈ മുസാഫ് എടുത്തിട്ടല്ല പഠിച്ചത്. അന്ന് മുസാഫ് ഇല്ല. റസൂലിന്റെ സ്വഭാവത്തിലൂടെയാണ് അവർ ഖുർആൻ പഠിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സഹവാസത്തിലൂടെ, സുഹബത്തിലൂടെ, ഒന്നിച്ചുള്ള ജീവിതത്തിലൂടെ ആ ഖുലുഖുൻ അളീം, അതിമഹത്തായ സ്വഭാവം കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞ് അങ്ങനെയാണ് സഹാബാക്കൾ ഖുർആൻ പഠിച്ചത്. നമ്മൾ പുസ്തകത്തിൽ നിന്നാ പഠിക്കാൻ നിൽക്കണേ. അമേരിക്കയെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകം വായിച്ച് നമുക്ക് അമേരിക്കയെ കുറിച്ച് പഠിക്കാം. നേർക്ക് ചെന്ന് അമേരിക്കയിൽ ചെന്നും പഠിക്കാം. ഏതാ യഥാർത്ഥ പഠനം? സ്വഹാബാക്കൾ ഖുർആൻ പഠിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിലൂടെയാണ്. ആ സ്വഭാവമായിരുന്നു ഖുർആൻ. എങ്ങനെയിരുന്നു അവിടുന്ന് സ്വഹാബാക്കൾക്കിടയിൽ? എങ്ങനെയിരുന്നു? ഹദീസിൽ കൃത്യാണ്. സമൂഹത്തിൽ എങ്ങനെയിരുന്നു? കുടുംബത്തിൽ എങ്ങനെയിരുന്നു? യുദ്ധമുഖത്ത് എങ്ങനെയായിരുന്നു? കച്ചവട രംഗങ്ങളിൽ എങ്ങനെയായിരുന്നു? കൃഷിയിടങ്ങളിൽ എങ്ങനെയായിരുന്നു? അടുക്കളയിൽ എങ്ങനെയായിരുന്നു? മിഹ്റാബിൽ എങ്ങനെയായിരുന്നു? മിമ്പറിൽ എങ്ങനെയായിരുന്നു? ഇത് പഠിക്കണം. ഇത് പഠിച്ചാലേ നമുക്ക് ഖുർആൻ തിരിയുള്ളൂ, അല്ലെങ്കിൽ ഖുർആൻ മനസ്സിലാവൂല. ഇതില്ലാതെ ഖുർആൻ പഠിച്ചതാണ് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. ഭീകരതയുടെ ഗ്രന്ഥമായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തപ്പെടാൻ കാരണം കേവല അക്ഷരവായനയായിരുന്നു. ചരിത്ര പശ്ചാത്തലങ്ങളില്ലാതെ, മുത്ത് റസൂലിന്റെ ഖുലുഖുൻ അളീമിന്റെ പിൻബലമില്ലാതെ കേവല വായനയാണ് ഖുർആൻ ഇത്രമാത്രം ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയായിരുന്നു അവർക്കിടയിൽ? വകാന അസ്ഹാബുഹു തനാശദു ഇൻദഹു ശിറാ വശൈആ, പുണ്യ റസൂലിന്റെ സവിധത്തിൽ അവിടത്തെ പ്രിയപ്പെട്ട ശിഷ്യരായ സ്വഹാബാക്കൾ പാട്ട് പാടിയിരുന്നു, കവിത ആലപിച്ചിരുന്നു, പലതും പലതും പറഞ്ഞിരുന്നു. ഫയൽഹഖൂൻ, എന്നിട്ട് പുണ്യ റസൂലിന്റെ മുന്നിലിരുന്നവർ ചിരിച്ചിരുന്നു. വറുബമാ യതബസ്സമു, അവരുടെ ചിരിക്ക്, സന്തോഷത്തിന് പിന്തുണ നൽകി റസൂലുള്ള പലപ്പോഴും പുഞ്ചിരി തൂകി സഹകരിച്ചിരുന്നു. വയദ്കുറൂന മിൻ അംരിൽ ജാഹിലിയത്തി ഫയൽഹഖൂൻ വയൽഹഖൂൻ, അജ്ഞാനകാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള വിഡ്ഢിത്വത്തിന്റെ കാലത്ത് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ റസൂലിന്റെ മുന്നിൽ അവർ പറഞ്ഞ് അവർ ചിരിച്ചിരുന്നു. വയതബസ്സമു മഅഹും, അവരുടെ മണ്ടത്തരങ്ങൾ ഓർത്തെടുത്ത് പറയുമ്പോ
അവർ പൊട്ടിച്ചിരിക്കുമ്പോ അവർക്ക് പിന്തുണ നൽകി പുഞ്ചിരിച്ച അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവരിൽ നിന്ന് വേർപെട്ട് ഒരു നേതാവിന്റെ റോളിൽ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. എപ്പോഴും അവരെ കൂട്ടത്തില്, അവർക്കിടയില്, അവരിലൊരാളായിട്ട്. ഹദീസിൽ കാണാം, ഫയഅത്തിൽ ഗരീബ് വലാ യദ്രി അയ്യുഹും ഹുവ. പുറം നാടുകളിൽ നിന്ന്, മദീനയുടെ പുറം രാജ്യങ്ങളിൽ നിന്ന് റസൂലുള്ളയെ തിരക്കി അന്വേഷിച്ച് അന്യ നാട്ടുകാർ വന്നിട്ട് വലാ യദ്രി അയ്യുഹും ഹുവ, ഏതാണ് ഈ നേതാവ്, അവർക്ക് തിരിച്ചറിയാൻ പറ്റൂല. കാരണം എന്താ? മനോഹരമായ ആ പൂമുഖം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും, പക്ഷെ ആ പൂമുഖം തപ്പണ്ടേ? ഇരിപ്പിലൊക്കെ തുല്യായിട്ടേ ഇരിക്കുന്നത്, അവരെ കൂട്ടത്തിലേ ഇരിക്കുന്നത്. അവർ വന്നിട്ട് ചോദിക്കണം, ഏതാണ് റസൂലുള്ള, ഏതാണ് നേതാവ്? ചോദിച്ചറിയേണ്ട അവസ്ഥ വന്നപ്പോ സ്വഹാബാക്കൾ ഒരു തീരുമാനം എടുത്തു, ഇത് പറ്റൂല, നമുക്കൊരു പ്രത്യേക മിമ്പർ, ഒരു സ്റ്റേജ് ഒരുക്കണം. ഒരു സ്റ്റേജ് ഒരുക്കിയേ പറ്റുള്ളൂ. പുണ്യതങ്ങൾ സമ്മതിച്ചില്ല. എനിക്കിഷ്ടം നിങ്ങളിൽ ഒരാളാകാനും, നിങ്ങളിൽ ഒരാളാകാൻ. എന്തിലും ഒരു യാത്ര നടന്നു പോകുമ്പോ, ഒരു പ്രദേശത്തു കൂടെ ഒരു ലക്ഷ്യമാക്കി ഒരു ദീർഘയാത്ര നടത്തുമ്പോ യാത്രയിൽ ഭക്ഷണം വേണ്ടേ? തൽക്കാലം താമസിക്കാൻ ഹൈമ വേണ്ടേ? ലോഡ്ജും AC റൂമൊന്നും ഇല്ലല്ലോ. സ്വഹാബാക്കൾ അതിനങ്ങട്ട് ഒരുങ്ങിയപ്പോ റസൂലുള്ള പറഞ്ഞു, അയാള് മാംസം പാചകം ചെയ്യട്ടെ, അയാൾ ഭക്ഷണം പാചകം ചെയ്യട്ടെ. അലയ്യ ജംഉൽ ഖതബ്, കത്തിക്കാൻ വേണ്ട വിറക് അത് ഞാനാ കൊണ്ടുവരാ, കത്തിക്കാൻ വേണ്ട വിറക് ഞാനാ കൊണ്ടുവരാ. അവരെ കൂട്ടത്തിൽ ഒരാളാകാൻ എനിക്ക് സ്പെഷ്യലി ഇരിപ്പിടൊന്നും വേണ്ട, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളാ. അവര് വിട്ടില്ല, ഇത് പറ്റൂല. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് തങ്ങളെ അന്വേഷിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കത് ഇഷ്ടല്ല. അപ്പൊ മനസ്സോടെ പറഞ്ഞു, ഇഫ്അലൂ മാ ബദാലക്കും, എന്നാ നിങ്ങൾക്ക് വന്ന വെളിവ് പ്രകാരം നിങ്ങൾ ചെയ്തോളൂ, എനിക്കത് അഭിപ്രായമില്ല. അങ്ങനെയാണ് ഒരു കളിമണ്ണ് കൊണ്ട് ഒരു തറ കെട്ടി, ഒരു സ്റ്റേജ് പോലെ ഒരു തറ കെട്ടി റസൂലുള്ളാഹിനെ അവിടെ ഇരുത്തിയത് സ്വഹാബാക്കള്. അവരിലൊരാളായി. അവർക്കൊരു പേടിയില്ല, റസൂലുള്ളാഹിനെ പേടിയില്ല. ഗുരുനാഥന്മാരെ, വിദ്യാർത്ഥിനികളൊക്കെ പണ്ടൊക്കെ പേടിച്ചിരുന്നല്ലോ, ഇപ്പൊ ഇല്ലട്ടോ. ബന്ധൂട്ട് പേടി, അയാളെ വീട്ടിൽ അരി മേടിക്കാൻ വന്നേക്കണത്, ഇതാണ് പിള്ളേരെ ഇന്നത്തെ ധാരണ. നമ്മളൊക്കെ പഠിച്ച കാലത്ത് മൊല്ലാക്കാനെയും സ്കൂളിലെ വാദ്യരൊക്കെ നമുക്ക് പേടിയായിരുന്നു. ഈ ഒരു പേടി സ്വഹാബാക്കൾക്ക് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ ഇല്ല. അവർ ജീവനേക്കാൾ സ്നേഹിക്കായിരുന്നു, എന്നാൽ അവർക്ക് പേടി ഉണ്ടായിരുന്നു. അവിടത്തേക്ക് അരോചകമാകുന്ന, പ്രയാസമാകുന്ന വല്ല പെരുമാറ്റവും ഞങ്ങളിൽ നിന്ന് വരുമോ എന്നുള്ള ആ തീവ്രമായ ഭയം അതവർക്കുണ്ടായിരുന്നു. അവരാരും അവരുടെ നേതാവിനെ ചതിച്ചില്ല. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിട്ട് ഒരു ശിഷ്യൻ യേശുവിനെ ഒറ്റുകൊടുത്ത് ചതിച്ചപ്പോ ഈ റസൂലുള്ളാഹിക്ക് 1.25 ലക്ഷത്തോളം ശിഷ്യന്മാരുണ്ടായിട്ടും ഒരു ശിഷ്യൻ പോലും അവിടത്തെ ചതിച്ചില്ലല്ലോ. ഒരാളൊരിക്കൊരു പണി ഒപ്പിക്കാൻ ഒരുങ്ങി. ഒരാള്, ആ ആളെ പേരെന്താണെന്നറിയോ? സഹാബിയുടെ പേര് അബൂ ലുബാബ റളിയല്ലാഹു അൻഹു. ഒരു പണി ഒപ്പിക്കാൻ ഒരുങ്ങി. അതെന്താ പണി? ബനൂ ഖുറൈള ഗോത്രത്തിൽപ്പെട്ട ജൂതന്മാരുമായിട്ട് യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന വേളയിൽ ബനൂ ഖുറൈളയിലെ ജൂതന്മാരുമായിട്ട് സന്ധി സംഭാഷണത്തിന് പോയി അബൂ ലുബാബ എന്ന സ്വഹാബി. വലിയ ചതിയല്ലേ? ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും നിൽക്കുന്ന അവസ്ഥ എന്താ? ഈ യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുക. ഒരു ഇന്ത്യക്കാരൻ പാകിസ്ഥാൻകാരുമായിട്ട് സന്ധിക്ക് പോയാൽ ചതിയാണ്, രാജ്യദ്രോഹമാണ്. ഇതുപോലെ ബനൂ ഖുറൈള ജൂതഗോത്രവുമായി അബൂ ലുബാബ ഒരു സന്ധിക്ക് പോയി. പക്ഷേ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പിടികൂടേണ്ടി വന്നില്ല, ആർക്കും ഉപദേശിക്കേണ്ടി വന്നില്ല, ഇസ്ലാമിന്റെ പട്ടാളക്കാർക്ക് പിടികൂടേണ്ടി വന്നില്ല. സ്വയം ബോധോദയമുണ്ടായി, ഞാൻ എന്തൊരു ചതിയായി ചെയ്തത്. അബൂ ലുബാബ തിരിച്ചറിഞ്ഞു, അള്ളാന്റെ റസൂലിന് ശല്യമുണ്ടാക്കുന്ന ഒരു പണി ഞാൻ ഒപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്താ അദ്ദേഹം ചെയ്തത്? വഅഖദൽ ഹബ്ല, ഒരു ഉറപ്പുള്ള കയറെടുത്തു കയ്യില്. ആ കയറുമായി മദീനത്തെ പള്ളിയിലേക്ക് ഓടി അബൂ ലുബാബ എന്ന സ്വഹാബി. എന്നിട്ടോ ഫഅല്ലഖ നഫ്സഹു ഫീ സാരിയത്തിൻ മിൻ സിവാരി മസ്ജിദിൻ നബവി, മുത്ത് റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ കുറെ തൂണുകളുണ്ട്. ഒരു തൂണിൽ തന്റെ സ്വന്തം ശരീരത്തെ വരിഞ്ഞു മുറുക്കി കെട്ടി, സ്വന്തം കയറെടുത്തിട്ട് കെട്ടിയിട്ടൊരു പ്രതിജ്ഞ എടുത്തു, ഞാൻ ചെയ്ത ഈ കൊടും ചതി, ഈ തെമ്മാടിത്തരം
അള്ളാഹുവും റസൂലും എനിക്ക് മാപ്പ് തരാത്ത കാലത്തോളം ഞാൻ ഈ ബന്ധനത്തിൽ കിടന്ന് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെയ്ത അത്ര വലിയ കുറ്റം. സ്വന്തം പോയിട്ട് മദീന പള്ളിയിലെ ഒരു തൂണിൽ തന്റെ ദേഹം വരിഞ്ഞു കെട്ടി അവിടെ നിന്നു, ദിവസങ്ങളോളം നിന്നു. ആഹാരം, ജീവൻ നിലനിൽക്കാനുള്ള ആഹാരം സ്വഹാബാക്കൾ എത്തിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലാക്കിയ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വിട്ടു. പടച്ചോൻ തീരുമാനിക്കട്ടെ. ദിവസങ്ങൾ കഴിഞ്ഞു. ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ നബി തങ്ങൾ താമസിക്കുന്ന രാത്രിയിൽ അത്താഴ സമയത്ത് മുത്ത് റസൂൽ പുഞ്ചിരി തൂകുകയാണ്. ബീവി ഉമ്മു സലമ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്തിനാ ഒറ്റക്ക് ചിരിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, അബൂ ലുബാബയുടെ തൗബ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. സൂറത്തു തൗബയുടെ 102-ാമത്തെ ആയത്ത് ഓതി കൊടുത്തു. വആഖറൂന അഅ്തറഫൂ ബിദുനൂബിഹിം ഖലതൂ അമലൻ സ്വാലിഹൻ വആഖറ സയ്യിആ അസല്ലാഹു അൻ യതൂബ അലൈഹിം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. വആഖറൂന, അങ്ങയുടെ അനുയായികളിൽ മറ്റൊരു കൂട്ടരുണ്ട്. ഇഅ്തറഫൂ ബിദുനൂബിഹിം, സ്വന്തം കുറ്റങ്ങൾ അവർ ഏറ്റുപറയുകയും സമ്മതിക്കുകയും ചെയ്തവരാണവർ. അവർ ചെയ്തു പോയ കുറ്റം ഏറ്റുപറഞ്ഞ് സമ്മതിച്ചവരാണവർ. ഖലതൂ അമലൻ സ്വാലിഹൻ വആഖറ സയ്യിഹാ, അവരിൽ നന്മണ്ട്, തിന്മയും വന്നുപോയി. നന്മ തിന്മകൾ കൂട്ടിക്കുഴച്ചു അവർ. കുഴപ്പമില്ല, അസല്ലാഹു അൻ യതൂബ അലൈഹിം, അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കാൻ ഒരുക്കമാണ്. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. അപ്പോഴാണ് ആ കെട്ടഴിച്ചിട്ട് അബൂലുബാബ പോയത്. ഇന്നും മദീന പള്ളിയിലേക്ക് സിയാറത്തിന് പോകുന്നവർക്ക് കാണാം ഉസ്തുവാനത്തു അബീലുബാബ, ഒരു തൂണ് കാണാം ഇന്നും. ഉസ്തുവാനത്തു അബീലുബാബ, ആ തൂണ് ഈ ചരിത്രമാണ് പറയുന്നത്. അബൂലുബാബയുടെ തൂണ്, അതിന് ഉസ്തുവാനത്തു തൗബ, തൗബയുടെ തൂണ് എന്നും പേരുണ്ട്. ഇന്ന് പോകുന്നവർക്കും കാണാം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ ലോകത്ത് വളർന്നതും നിലനിൽക്കുന്നതും റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ സ്വഭാവത്തിലൂടെ മാത്രമാണ്. എന്നല്ലാതെ പ്രലോഭനങ്ങളിലൂടെയോ പ്രകോപനങ്ങളിലൂടെയോ ഭീകര പ്രവർത്തനങ്ങളിലൂടെയോ ഒരാളെ വിശ്വാസം മാറ്റാൻ പറ്റുമോ? എന്തു മണ്ടത്തരത്? വിശ്വാസമാർജിക്കുന്നത് എങ്ങനെ വിശ്വാസാർജിക്കുക? ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസാണ്. ദീൻ എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞുകൊണ്ട് ഉള്ള അംഗീകാരമാണ്. ഈ അംഗീകാരത്തിന് ഭീഷണിപ്പെടുത്തിയും ഭീകര പ്രവർത്തനത്തിലൂടെയും എങ്ങനെ സാധിക്കാനാ? വാളുകൊണ്ട് കീഴ്പ്പെടുത്തിയാൽ നടക്കുന്നതാണോ വിശ്വാസത്തിലുള്ള പരിവർത്തനം, മനസ്സിന്റെ സമർപ്പണം? ഒരിക്കലും നടക്കൂല. അതൊക്കെ ശത്രുക്കൾ നമുക്കെതിരെ ചുമ്മാ അടിച്ചു വിടുന്ന കല്ല് വെച്ച ശുദ്ധ അസംബന്ധങ്ങള്, നുണകളാണ്. കാശ്മീർ താഴ്വാരയിൽ നിന്ന് നമ്മൾ കേട്ട വാർത്ത, നമ്മൾ കണ്ട വാർത്ത, നമ്മൾ വായിച്ച വാർത്ത അത്യധികം ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. ഒരിക്കലും മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഉല്ലാസയാത്ര പോയ, ടൂറിന് വന്ന ആളുകളെ കണ്ടിടത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുക, പേര് ചോദിച്ചു എന്നും കെലിമ ഉരുവിടാൻ പറഞ്ഞു എന്നൊക്കെ റിപ്പോർട്ടുണ്ട്. ഒരു കാര്യം നമുക്ക് സംശയമില്ലാത്ത വിധത്തിൽ ഉറക്കെ പറയാം, ഒരു പരമസത്യം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. അതാര് ചെയ്തതാണെങ്കിലും അവർ രാജ്യത്തിന്റെ മാത്രമല്ല ഇസ്ലാമിന്റെ കൂടി ശത്രുക്കളാണ്. ആര് ചെയ്താലും, അത് പാകിസ്ഥാനിയാണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും മുസ്ലിം നാമധാരിയാണെങ്കിലും മറ്റേതെങ്കിലും മതക്കാരനാണെങ്കിലും അത്തരക്കാർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, ഒരു സംശയവുമില്ല. ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഇപ്പൊ ഇസ്ലാമിനെ കൊഞ്ഞണം കുത്ത ആളുകള്, നമ്മുടെ മത നേതാക്കന്മാർ, പണ്ഡിതന്മാർ, സംഘടനാ നേതാക്കന്മാർ ഈ ഭീകര കൃത്യത്തെ അപലപിച്ചപ്പോൾ, അതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ, ആ വാർത്തകൾ വന്നപ്പോ, വീഡിയോകൾ വന്നപ്പോ, റിപ്പോർട്ടുകൾ വന്നപ്പോ അതിന്റെ താഴെ വന്ന് കമന്റ് ഇട്ട ചില കുബുദ്ധികൾ എന്താ പറയുന്നത്?
നിങ്ങൾ കിടന്നിട്ട് മെഴുകണ്ട, നിങ്ങൾ ആ പുസ്തകം എടുത്ത് ആദ്യം വലിച്ചെറിയും. 14 നൂറ്റാണ്ട് മുമ്പ് അറേബ്യയിൽ വന്നൊരു പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം വലിച്ചെറിഞ്ഞിട്ട് വർത്താനം പറയാൻ വാ. കാരണം അതിലെ അമുസ്ലിമീങ്ങളെ കണ്ടിടത്തി വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞത് ഈ ഭീകരന്മാർ നടപ്പിലാക്കിയത് നിങ്ങളെ പുസ്തകത്തിന്റെ മെസ്സേജാണ്, പുസ്തകത്തിന്റെ ആശയമാണ്. അതെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് വന്നിട്ട് കവലപ്രസംഗം നടത്ത്. പലരും അടിയിൽ കമന്റ് ഇടുകയാണ്. ആ പുസ്തകം അത് പറഞ്ഞിട്ടില്ല. ആ പുസ്തകവും കിതാബുമായി വന്ന റഹ്മത്തുല്ലിൽ ആലമീൻ അത് നടപ്പിലാക്കി കാണിച്ചിട്ടില്ല. ആ മുസ്ലിമീങ്ങളൊക്കെ കൊല്ലേ. റസൂലുള്ള മദീനയുടെ അധികാരിയായപ്പോ, മക്ക പിടിച്ചടക്കിയപ്പോ അവിടെയൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എത്ര ഉണ്ടായിരുന്നു? മദീനയുടെ ചുറ്റുഭാഗങ്ങളിൽ എത്ര യഹൂദരുണ്ടായിരുന്നു, എത്ര ക്രൈസ്തവ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവരെ കൂട്ടക്കൊല നടത്തിയോ? ഇല്ല എന്ന് മാത്രല്ല, സക്കാത്തിന് പകരം മുസ്ലിമീങ്ങളിൽ നിന്ന് സക്കാത്ത് വസൂലാക്കുമ്പോൾ അതിനു പകരം ജിസിയ വാങ്ങിക്കൊണ്ട് രാജ്യത്തിന്റെ പൗരന്മാരായി ചേർത്ത് പിടിച്ചു അമുസ്ലിമീങ്ങളായ സഹോദരന്മാരെ. നിങ്ങൾ രാജ്യത്തിന്റെ പൗരന്മാരാ, നിങ്ങൾക്കെതിരെ വരുന്ന ഭീഷണികൾ നമ്മൾ നേരിടും. മുസ്ലിങ്ങളിൽ നിന്ന് 2.5% സക്കാത്ത് മേടിക്കുന്നുണ്ട്, നിങ്ങൾ സക്കാത്ത് തരേണ്ടതില്ല, പക്ഷേ രാജ്യത്തെ പൗരന്മാരെന്ന നിലക്ക് നിങ്ങൾ ജിസിയ തരണം. ആ ജിസിയ പ്രയാസമായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പല അമുസ്ലിമീങ്ങൾക്കും ആ ടാക്സ് തരാൻ ബുദ്ധിമുട്ടായി. പട്ടിണി അവർ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മുന്നിൽ പറഞ്ഞു, ഈ ജിസിയ താങ്ങൂല. ഉടനെ തന്നെ ഉത്തരവ് വരികയാണ്, സ്റ്റേറ്റ്മെന്റ് വരികയാണ്. എന്ത്? പാവങ്ങളായ അമുസ്ലിമീങ്ങൾ, ദരിദ്രരായ അമുസ്ലിമീങ്ങളിൽ നിന്ന് ഇനി നമ്മുടെ ഗവൺമെന്റ് ജിസിയ വസൂലാക്കുന്ന പ്രശ്നമില്ല, അവർ നമ്മുടെ പൗരന്മാരാണ്. ഇതാണ് ഇസ്ലാം. പിന്നെ എങ്ങനെ കെലിമ ചോദിച്ചിട്ട് വെടിവെക്കുക? പേര് ചോദിച്ചിട്ട് വെടിവെക്കുന്നത് എങ്ങനെ? അത് ഇസ്ലാമിന്റെ സംസ്കൃതിയല്ല, ഇസ്ലാമിന്റെ രീതിശാസ്ത്രമല്ല. അത് തീർച്ചയായിട്ടും അനിസ്ലാമികമാണ്, അത് പൈശാചികമാണ്. മുസ്ലിമീങ്ങൾ അതിന്റെ വക്താക്കളല്ല. നമ്മൾ നമ്മുടെ രാജ്യത്തോടെ തന്നെ ഇപ്പൊ പാകിസ്ഥാന്റെ പിന്നാലെ നമ്മൾ പോവില്ല. എന്തിനാ ആവശ്യമില്ലാതെ വന്ന് ചൊറിയുന്നത് നമ്മുടെ മണ്ണിൽ വന്നിട്ട്? ഓരോ മുസ്ലിമും നമ്മുടെ സ്വദേശത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം. ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ജീവൻ കൊടുക്കണം. അതാണ് ഇസ്ലാം പറയുന്നത്. അത് ഷഹാദത്താണ്, രക്തസാക്ഷ്യമാണ്. കാശ്മീരിന്റെ മണ്ണിൽ ഈ സമുദായത്തിലെ മെമ്പർമാർ രക്തസാക്ഷികളായിട്ടുണ്ടല്ലോ ഈ സംഭവത്തിൽ തന്നെ. പ്രിയമുള്ളവരെ, നമുക്ക് റഹ്മത്തുല്ലിൽ ആലമീന്റെ സംസ്കാരത്തിലേക്ക്, രീതിശാസ്ത്രത്തിലേക്ക്, സ്വഭാവ പെരുമാറ്റങ്ങളിലേക്ക്, സൽസ്വഭാവത്തിലേക്ക് കടന്നു വരാം. നമുക്ക് വിജയം സുനിശ്ചിതം. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം തുടങ്ങിയപ്പോ നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്, ശാന്തി ഉണ്ടാക്കുന്ന വിഷയമാണ്. എല്ലായിടങ്ങളിലും, നമ്മുടെ തൊഴിലിടങ്ങളിൽ മാത്രമല്ല, കുടുംബ പശ്ചാത്തലങ്ങളിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തും സമാധാനത്തോടെ, സ്വസ്ഥമായി, ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഭാവം നാം പകർന്നെടുക്കണം, നാം പിന്തുടരണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുണ്ട്. റഹ്മത്തുല്ലിൽ ആലമീന്റെ ജീവിതവും സ്വഭാവവും തന്നെ നമ്മൾ പഠിക്കേണ്ടത്. തുടർന്നുള്ള വിവരണങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് തുടർന്ന് പഠിക്കാം.